ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാപ്റ്ററിൽ മൈക്രോസോഫ്റ്റ് എക്സൽ 2010-ന്റെ ഫോർമുലാസ് ടാബിനെ പരിചയപ്പെടാം. ഇവിടെ മുൻ വേർഷൻസിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു പുതിയ ടാബ് ഇൻസർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. ആക്സസ് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ ലൈബ്രറി, ഡിഫൈൻ നെയിംസ്, ഫോർമുല ഓഡിറ്റിംഗ്, കാൽക്കുലേഷൻ എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. ഫംഗ്ഷൻ ലൈബ്രറി ഉപയോഗിച്ചാണ് നിങ്ങൾ ഡോക്യുമെൻറ്റിൽ കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ സമ്മിൻ്റെ പല ഫങ്ഷൻസും കാണാവുന്നതാണ്. സം, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം, മിനിമം ആൻഡ് മോർ ഫങ്ഷൻസ്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ റീസെൻ്റ്ലി യൂസ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവസാനമായി മൈക്രോസോഫ്റ്റ് എക്സൽ 2010-ൽ ഉപയോഗിച്ച ഫങ്ഷൻസ് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ ഫിനാൻഷ്യൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫിനാൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷനുമായി നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ എന്ന കാറ്റഗറിയിൽ അടങ്ങിയിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാൽക്കുലേഷന് വേണ്ടിയായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴോട്ട് ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ കാണാവുന്നതാണ്. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്ന സെല്ലിനകത്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ അപ്ലൈ ആവുക. ഇവിടെ ഓപ്പണായി വരുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന ഡയലോഗ് ബോക്സിൽ നിങ്ങൾ വാല്യൂ മെൻഷൻ ചെയ്തിരിക്കുന്ന സെൽ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇൻസേർട്ട് ആയി അതിൻ്റെ ഒരു ഫൈനൽ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഫോർമുലയുടെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന ഫോർമുല ബാറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല കാണാവുന്നതാണ്. അതായത് ഈക്വൽ ടു റിസീവ്ഡ് ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം സെറ്റിൽമെൻറ്റ്, മെച്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്കൗണ്ട് എന്നിവ മെൻഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായി ആഡഡ് ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ക്യാൻസൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ലോജിക്കൽ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആൻഡ്, ഫാൾസ്, ഇഫ് എറർ, നോട്ട്, ഓർ, ട്രൂ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആണ് ലോജിക്കൽ. അതായത് നിങ്ങൾക്ക് രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്ത് ലോജിക്കൽ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്ത് ഒരു പ്രോപ്പർ ആൻസർ കണ്ടുപിടിക്കുന്നതിന് ഈ ലോജിക്കൽ എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റിനോട് റിലേറ്റഡ് ആയ ഫങ്ഷൻസ് എല്ലാം തന്നെ ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ലോവർ കേസ്, റീപ്ലേസ്, റിപ്പീറ്റ്, റൈറ്റ്, സെർച്ച്, സബ്സ്റ്റിറ്റ്യൂട്ട് എന്നിവ കാണാവുന്നതാണ്. ഓരോ ഓപ്ഷൻസും നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്താൽ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് കാണാവുന്നതാണ്. ഡേറ്റ് വാല്യൂ, ഡേയ്സ് 360, ഈ ഡേറ്റ്, അവർ, മിനിറ്റ്, മന്ത് എന്നീ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂവിനെ മറ്റൊരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുവാൻ ഇത് സഹായിക്കുന്നതാണ്. ഈ ട്യൂട്ടോറിയലിൻ്റെ സീരിയൽ വർക്ക് ഫയൽസിനോടൊപ്പം ഞാൻ ഫങ്ഷൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സൽ ലിസ്റ്റും ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഉപയോഗിക്കാവുന്ന ഫങ്ഷൻസ് ഏതെല്ലാം കാറ്റഗറിയിൽപ്പെട്ടതാണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും ആ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സലിൽ 100-ന് മുകളിലായി ഓപ്പറേഷൻസ് ലിസ്റ്റഡ് ആണ്. അതിനാൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഉപയോഗിക്കുന്നതിന് ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ലിസ്റ്റ് ധാരാളമായിരിക്കും. ഇവിടെ മാത്ത് ആൻഡ് ട്രിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ ട്രിഗ്നോമെട്രി റിലേറ്റഡുമായിട്ടുള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതൊരു പെർട്ടിക്കുലർ ഓപ്ഷനും ചൂസ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ മോർ ഫങ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റിസ്റ്റിക്കൽ, എൻജിനീയറിംഗ്, ക്യൂബ്, ഇൻഫർമേഷൻ, കോമ്പാറ്റബിലിറ്റി എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഏത് ഓപ്പറേഷൻ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ച് അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഞാൻ മുൻപ് പറഞ്ഞ
ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എക്സൽ ഫയൽ ആക്സസ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് ഈ വർക്ക് സ്പേസിൽ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുക. ഇവിടെ നെയിം മാനേജർ എന്ന ഓപ്ഷനെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സെല്ലിന് ഒരു പെർട്ടിക്കുലർ പേര് നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിഫൈൻ നെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സെല്ലിനോ വർക്ക് സ്പേസിനോ വർക്ക് ബുക്കിനോ ഒരു പെർട്ടിക്കുലർ നെയിം അസൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ഫോർമുല നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുത്ത എക്സലിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ട്രേസ് പ്രീസിഡൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം സെൽസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ട്രേസ് ഡിപ്പെൻഡൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാല്യൂ ഏതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സെപ്പറേറ്റ് ആരോസ് ആയി ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. റിമൂവ് ആരോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ട്രേസിങ്ങിൽ നിന്നും ആരോസ് റിമൂവ് ആവുന്നതായിരിക്കും. ഷോ ഫോർമുലാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഓരോ സെല്ലിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലാസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. എറർ ചെക്കിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് ഏതെങ്കിലും രീതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് ലഭിക്കുന്നതാണ്. ഇവിടെ ഇവാലുവേറ്റ് ഫോർമുല എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമുലയെ രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ ഫോർമുലയ്ക്ക് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. വാച്ച് വിൻഡോ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ സെല്ലിന് ഒരു വാല്യൂ അപ്ലൈ ചെയ്യുന്നു അതിനെ വിൻഡോസ് ആയി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വ്യൂ ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ആക്കുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാച്ച് വിൻഡോ എന്ന ഡയലോഗ് ബോക്സ് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് വാച്ച് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഏതൊരു പെർട്ടിക്കുലർ സെല്ലിനെയാണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം വർക്ക് സ്പേസിൽ വരുത്തുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വർക്ക് ഷീറ്റിൽ വരുത്തുന്ന നിങ്ങളുടെ ചേഞ്ചസ് എങ്ങനെയെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിനെ ബാധിക്കുന്നു അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. കാൽക്കുലേഷൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ഫോർമുല സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു എൻറ്റയർ വർക്ക് ബുക്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ പെർട്ടിക്കുലർ ഓപ്ഷൻ കാൽക്കുലേറ്റ് വർക്ക് ഷീറ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഒരു വർക്ക് ഷീറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ആക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഫോർമുലാസ് ടാബിലെ കുറച്ച് ഓപ്ഷൻസിനെ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഓരോ വ്യക്തിയുടെയും സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുവാൻ നോക്കാം. അതിന് ഒരു വ്യക്തിയുടെ പേരിന് നേർക്കായി ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നമുക്ക് ടോട്ടൽ ഇൻസേർട്ട് ചെയ്യാം. അതിനിവിടെ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽ ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഫംഗ്ഷൻ്റെ കാറ്റഗറി ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മാത്ത് ആൻഡ് ട്രിഗ്നോമെട്രി എന്ന കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് സം എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന ഡയലോഗ് ബോക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന സെൽ റേഞ്ചിൽ ഉള്ള നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ കാണുന്ന ഈ പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എൻറ്റയർ കോളത്തിൽ അപ്ലൈ ആവുന്നതായിരിക്കും. ഇവിടെ ഈ പെർട്ടിക്കുലർ കോളത്തിന് നമുക്ക് ടോട്ടൽ എന്ന പേര് നൽകാം. അടുത്തതായി നമുക്ക് ആവറേജ് എന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി ഒരു സെൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്ത് ആവറേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൽ റേഞ്ച് ഇവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് ഈ സെൽ റേഞ്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം കീബോർഡിൽ എൻ്റെ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആവറേജ് ഇൻസേർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന 454 എന്ന നമ്പറിൻ്റെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഏകദേശം 24 മാസത്തിൽ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് റേറ്റിൽ 455 എത്ര വളരും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ
ഇവിടെ ഫിനാൻഷ്യൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും FE ഫേസ് വാല്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റേറ്റ് 0.1% നൽകാം. അതിനുശേഷം പീരീഡ് ഇവിടെ 24 മാസം നൽകാം. പേയ്മെൻറ്റ് 200 നൽകാം. അതിനുശേഷം ഇവിടുത്തെ വാല്യൂ നമുക്ക് ഈ പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടൈപ്പ് നമുക്ക് ഓപ്ഷൻ വാല്യൂ ആയതിനാൽ ഒന്നും മെൻഷൻ ചെയ്യാതിരിക്കാം. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ ഫേസ് വാല്യൂ ഇൻസർട്ട് ആയിരിക്കുന്നതായി കാണാം. അതിനുശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫേസ് വാല്യൂ ഓരോ സെൽ പ്രകാരം ഇവിടെ ഇൻസർട്ട് ആവുന്നതായി കാണാം. നമുക്കിപ്പോൾ ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനായി ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ടോട്ടൽ മാർക്സിൻ്റെ ലിസ്റ്റിൽ നിന്നും 300 താഴെ ലഭിച്ചിരിക്കുന്ന കുട്ടികൾ എല്ലാം തന്നെ ഫെയിൽ എന്നാണ് നൽകേണ്ടതെങ്കിൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമുലാസിൽ ലോജിക്കൽ എന്ന സെക്ഷനിൽ എഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫങ്ഷൻസ് ആർഗ്യുമെൻറ്റ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. അതായത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന H2 എന്ന സെൽ 300 ഗ്രേറ്റർ ആണെങ്കിൽ ട്രൂ എന്ന ഓപ്ഷൻ പാസ് എന്ന് നൽകാം. അതിനുശേഷം ഈ കാണുന്ന ഫാൾസ് എന്ന കണ്ടീഷനിൽ ആണെങ്കിൽ ഇവിടെ ഫെയിൽ എന്ന് നൽകാം. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ സെല്ലിലും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന സ്ട്രിംഗ് ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് ഇവിടെ കാണുന്ന ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് സെൽ ആണോ നിങ്ങൾക്ക് അപ്പർ കേസ് ആക്കേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത ഇവിടെ ഒരു കോളം ഇൻസർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു സെൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ലോവർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സെൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻ എൻറ്റയർ കോളത്തിന് അപ്ലൈ ചെയ്യാം. ഇവിടെ കാണുന്ന ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷനിൽ ടുഡേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് സെലക്റ്റഡ് സെല്ലിൽ അപ്ലൈ ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ലുക്കപ്പ് ആൻഡ് റെഫറൻസിൽ താഴെയായ വി ലുക്കപ്പ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. നമ്മൾ ഒരു ഗ്രേഡ് സ്കെയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ റെഫർ ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഗ്രേഡ് സ്കെയിലിൽ ഏത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിനെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യുവാനാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെലക്റ്റഡ് ഡേറ്റയിൽ വി ലുക്കപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനായി ഇവിടെ ഒരു പെർട്ടിക്കുലർ മാർക്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ആയ ഒരു ഗ്രേഡ് സ്കെയിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ ഓരോ മാർക്കിനും ഓരോ ഗ്രേഡ് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഈ പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്യാം. ഇവിടെ വി ലുക്കപ്പ് എന്ന ഓപ്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇവിടെ ഈക്വൽ ടു ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം എൻറ്റയർ വേർഡ് വി ലുക്കപ്പ് എന്ന് ഇവിടെ എൻ്റർ ചെയ്യുക. ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ടോട്ടൽ എന്ന സെൽ സെലക്ട് ചെയ്യാം. പിന്നീട് ഒരു കോമ ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് സ്കെയിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്രേഡ് സ്കെയിൽ ഒരു നോർമൽ റേഞ്ച് ആണ്. വി ലുക്കപ്പ് എന്ന ഓപ്ഷൻ നോർമൽ റേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. അതിനാൽ ഈ നോർമൽ റേഞ്ചിനെ ആബ്സല്യൂട്ട് റേഞ്ചായി കൺവേർട്ട് ചെയ്യുന്നതിന് ഇവിടെ കാണുന്ന സെല്ലിന് മുമ്പിൽ $സൈൻ ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ $സൈൻ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സെൽ റേഞ്ച് ആബ്സല്യൂട്ട് സെൽ റേഞ്ച് ആയി മാറുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ കോമ ഇൻസേർട്ട് ചെയ്യുക. പിന്നീട് ഇവിടെ എത്ര കോളംസ് തന്നെയാണോ നമ്മൾ ഗ്രേഡ് സ്കെയിലിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ 2 കോളം സെലക്ട് ചെയ്തതിനാൽ ഇവിടെ 2 എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് ഇവിടെ ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. ഈ പെർട്ടിക്കുലർ സെല്ലിൻ്റെ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻറ്റയർ മാർക്ക് ലിസ്റ്റിന് ഗ്രേഡ് അസൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ നെയിം മാനേജർ എന്ന ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഇവിടെ പെർട്ടിക്കുലർ ഡിഫൈൻ നെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പെർട്ടിക്കുലർ നെയിം നമുക്കിവിടെ അസൈൻ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഇംഗ്ലീഷ് എന്ന് മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഏതാണ് സ്കോപ്പ് അഥവാ വർക്ക് ബുക്ക് ആണോ അതോ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ആണോ എന്ന് മെൻഷൻ ചെയ്യുക. ഇവിടെ കമൻറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ റെഫേഴ്സ് ടു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെൽ റേഞ്ചിന് ഇവിടെ പേര് ENG ഇംഗ്ലീഷ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഈ സെല്ലിൽ സം ഓപ്ഷൻ ഇൻസെർട്ട് ചെയ്യാം. അതിന് ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിന് സെൽ റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ യൂസ് ഇൻ ഫോർമുല എന്ന സെക്ഷനിൽ ഇങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൻ്റെ സം ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ കാണുന്ന ഫോർമുല ഓഡിറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമുലാസ് വാലിഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ആദ്യം ട്രേസ് പ്രസിഡൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് ഈ ഒരു പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ട്രേസ് പ്രസിഡൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇത് ഏത് സെൽ റേഞ്ചിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആരോ ഇൻസെർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സെൽ റേഞ്ചിനെ ആശ്രയിച്ചാണ് ഈ ഒരു വാല്യൂ ഇവിടെ ഇൻസെർട്ടഡ് ആയിരിക്കുന്നത്. ഇവിടെ ഇൻസെർട്ട് ആയിരിക്കുന്ന ആരോ റിമൂവ് ചെയ്യുന്നതിന് ഇവിടെ റിമൂവ് ആരോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വാല്യൂ അഡ്ജസ്റ്റ് ആയതിന് മൂലം ഏതെല്ലാം റേഞ്ചിനെയാണ് എഫക്റ്റ് ആയിരിക്കുന്നത് എന്ന് ഇവിടെ കാണുന്ന ട്രേസ് ഡിപ്പെൻഡൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ ഫോർമുല നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഷോ ഫോർമുലാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ ഫോർമുല ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഈ ഓപ്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കാണുന്ന എറർ ചെക്കിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സെൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓരോ ഫംഗ്ഷൻ്റെയും എറർ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിരിക്കുന്ന ഓരോ എറേഴ്സും ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കുന്നത് കാണാം. നമുക്കിപ്പോൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി പ്രീവിയസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഹെൽപ്പ് ഓൺ ദിസ് എറർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു ഓഫ്ലൈൻ ഹെൽപ്പ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ എറർ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം എന്ന് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിലെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് കാണുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവാലുവേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇഗ്നോർ എറർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ എറർ ഇഗ്നോർ ആവുന്നതായിരിക്കും. അതോടൊപ്പം അടുത്ത സെല്ലിലോട്ട് മാറുന്നതായിരിക്കും. ഇവിടെ എഡിറ്റ് ഇൻ ഫോർമുല ബാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഫോർമുലയെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യപ്രകാരം വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം റെസ്യൂമിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ എറർ റിമൂവ് ആവുന്നതായിരിക്കും. ഇവിടെ കാണുന്ന വാച്ച് വിൻഡോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽ റേഞ്ചിനെ അതിൻ്റെ കണ്ടൻസ് നമുക്ക് മറ്റൊരു ഏരിയയിൽ വാച്ച് ചെയ്ത് നമുക്ക് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം വാച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് വാച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മറ്റൊരു ഷീറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ വാച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആദ്യം വാച്ച് വിൻഡോയിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന കണ്ടൻസ് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ വാച്ച് വിൻഡോയിലെ കണ്ടൻസ് റിമൂവ് ചെയ്യുന്നതിന് കണ്ടൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് വാച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന കാൽക്കുലേഷൻ ഓപ്ഷൻസ് എക്സലിൽ അധികം ഉപയോഗിക്കാത്തതിനാൽ നമ്മൾ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത്രയുമാണ് ഫോർമുലാസിൻ്റെ ഒരു ബ്രീഫ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.